നമ്മൾ തയ്യാറാക്കാൻ പോണത് ബീറ്റ്റൂട്ട് തോരനാണ് കേട്ടോ. ഇതിനായിട്ട് നമ്മൾ ബീറ്റ്റൂട്ട് നന്നായി തൊലി കളഞ്ഞ് കഴുകി ഗ്രേറ്റ് ചെയ്തെടുക്കുക. പിന്നെ നാളികേരം ചെരുകിയത് വേണം, പച്ചമുളക് വേണം, ചെറിയ ഉള്ളി വേണം, കടുക്, ഉപ്പ്, എണ്ണ. ഇത്രയും സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ ഒരു പാൻ വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇടുക. കടുക് കുറച്ചിട്ടാൽ മതി കേട്ടോ, 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എരിവിന് ആവശ്യമുള്ള മുളക് എടുക്കണം കേട്ടോ. പിന്നെ ഒരു 5-8 എത്ര വേണമെങ്കിലും എടുക്കാം. ചെറിയ ഉള്ളി എടുത്ത് അതും ചെറുതായി അരിഞ്ഞിട്ട് അതിലിട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് മൂത്ത് വരട്ടെ. ഉള്ളിയും പച്ചമുളകും നന്നായിട്ട് മൊരിയണം, അപ്പോഴാണ് സ്വാദ് ഉണ്ടാവുക. പിന്നെ അതിലേക്ക് നമ്മൾ ഈ കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ വേഗം ഉള്ളി ഒന്നും കൂടെ വേഗം മൊരിഞ്ഞു കിട്ടും. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് മൂത്ത് വരട്ടെ. അത് കഴിയുമ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീറ്റ്റൂട്ട് അതിലിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 2 ബീറ്റ്റൂട്ടാണ് എടുത്തത് കേട്ടോ. അതിലേക്കുള്ള അളവാണ് ഈ കാണിച്ചത്. അപ്പോൾ അങ്ങനെ ബീറ്റ്റൂട്ട് ഇട്ട് ഇപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ, ഫ്ലെയിം. എന്നിട്ട് ഒന്ന് മൂടി വെച്ച്, ഈ മീഡിയം ഫ്ലെയിമിൽ തന്നെ മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴേക്കും ഈ നമ്മുടെ ബീറ്റ്റൂട്ട് വെന്തിട്ടുണ്ടാവും. ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്ത കാരണം വേഗം വെന്ത് കിട്ടും. അപ്പോൾ ഇതേ നമ്മുടെ ബീറ്റ്റൂട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ, വെന്തിട്ടുണ്ട് നന്നായിട്ട്. വെള്ളമൊക്കെ അതിലുള്ള പോയി. അപ്പോൾ നമ്മൾ നാളികേരം ചെരുകിയത് 2 പിടി നാളികേരം, ഞാൻ അത്രയാണ് ഇട്ടത്. നമുക്ക് ഇഷ്ടമുള്ള അത്ര ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് ആവശ്യമില്ലെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നാളികേരം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ തീ അപ്പം തന്നെ ഓഫ് ചെയ്യുക. എന്നാലും നാളികേരം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേവേണ്ട ആവശ്യമില്ല. നാളികേരം കുക്ക് ചെയ്യാണ്ട് കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതേ നമ്മുടെ ബീറ്റ്റൂട്ട് തോരൻ വേഗത്തിൽ തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബീറ്റ്റൂട്ട് തോരൻ ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.